ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ്, ആ ഖുർആൻ ഷരീഫിനെ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അബൂബക്കർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യർ മുഴുവനും പരാജയത്തിന്റെ പടുകുഴിയിലാണ്. ഈ നശ്വരമാക്കപ്പെട്ട ദുനിയാവിന്റെ ആഡംബരത്തിലും ആഹ്ലാദത്തിലും ഇതിന്റെ കുത്തൊഴുക്കിലും ഇതിന്റെ ചതികളിലും പെട്ടുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. എന്തിനേറെ മനുഷ്യരാകുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്ത, അബൂബക്കർ, നീയായിരുന്നാലും അതല്ല ഞാനായിരുന്നാലും ശരി തന്നെ, നമുക്കൊരു കാര്യത്തിലൂടെ നമുക്ക് പരാജയപ്പെടാം, അതിനേക്കാൾ ശക്തമായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും പോകാം. അതിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ അടിവരയിട്ട് കൊണ്ട് പറഞ്ഞു, സ്വർഗത്തിലേക്കും അതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിന്റെ പടുകുഴിയിലേക്കും പോകുവാൻ മനുഷ്യരെ സഹായിക്കുന്നത് അവന്റെ നാവാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുന്നു, നബിയെ, ഈ സമയത്ത്, ഇതേപോലെ ഉള്ളൊരു സമയത്ത്, ആരുമില്ലാത്ത സമയത്ത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ ആയത്ത് ഏതൊരാവശ്യത്തിന് വേണ്ടിയാണ് നബിയെ എന്റെ മുമ്പിൽ ഇപ്പോൾ ഓതി കേൾപ്പിച്ചതെന്ന് പറയുമ്പോ, അല്ലയോ അബൂബക്കർ തങ്ങളെ, നീ കടന്നു പോകുന്ന വഴിയിൽ നിന്റെ വീടിന്റെ അടുത്തായിട്ട് 2 വീടുകളുണ്ട്. ഈ 2 വീട്ടിലും 2 തരത്തിലുള്ള സ്വഭാവക്കാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇന്നേവരേക്ക് അറിയാൻ വയ്യ. തന്റെ വീട്ടിന്റെ അടുക്കലുള്ളവരാണെങ്കിലും അവർ ഏത് കോലത്തിലുള്ളവരാണെന്ന് അബൂബക്കർ തങ്ങൾക്കറിയില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയും കാലം ഞാൻ എന്റെ വീട്ടിന്റെ അടുത്തുണ്ടായിട്ടും എന്റെ വീട്ടിന്റെ അയൽവാസികളെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചിട്ടില്ല, അവരെ കുറിച്ച് ഞാനൊന്ന് ഓർത്തിട്ടില്ല, അവരെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടതെന്നോ അവരുടെ ജീവിതം എന്താണെന്നോ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് അവിടെ നിന്നോട് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ എന്താണ് എന്ന് അവരെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ഇത്രയും നാൾ നിന്റെ അയൽവാസികളെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല, അതൊന്നാമത്തെ കുറ്റം. രണ്ടാമതായിട്ട് അവിടെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമൽ തട്ടിയിട്ട് പറഞ്ഞു, അല്ല അബൂബക്കർ തങ്ങളെ, നിന്റെ വീട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തായി 2 വീടുകളുള്ളപ്പോ അവരെ നീ ശ്രദ്ധിക്കാതിരുന്നല്ലോ, അത് വല്ലാത്ത കുറ്റമാ, ഇത് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനമാ. അന്ന് മുതൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ വീട്ടിന്റെ തൊട്ടയൽവക്കത്തുള്ള 40 വീടുകൾ എല്ലാ രീതിയിലും ഓരോ ദിവസത്തിലും അവരെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി തങ്ങളോട് അബൂബക്കർ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ നബിയേ, അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ച, എന്നോട് പറഞ്ഞിട്ടുള്ള കൂട്ടരാരാണ് നബിയേ? ആ 2 വീട്ടുകാരുമായിട്ടുള്ള വ്യത്യാസം എന്താ നബിയേ? ലോകത്തിന്റെ നായകൻ അവിടുന്ന് പഠിപ്പിച്ചു, നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വീട് അവർ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ അവരുടെ വീട്ടിനകത്ത് നമസ്കാരം അധികമായിട്ടില്ല, ഫർള് നമസ്കാരമല്ലാതെ വേറൊന്നുമില്ല, അധികമായിട്ട് ഇബാദത്തുകളില്ല. പക്ഷേ
ആ വീട്ടുകാര് സ്വർഗത്തിലേക്കാണ്. അധികം നമസ്കാരമില്ല, അധികം ഇബാദത്തിലേക്കൊന്നും പോകാറില്ല, പക്ഷെ അവർ സ്വർഗത്തിലേക്കാണ്. എന്നാലോ നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ളവർ അവർ സദാസമയത്തും ഇബാദത്തുള്ളവരാണ്, ഒരു തഹജ്ജുദ് പോലും മുടക്കിയിട്ടില്ല, അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ അവരുടെ മനസ്സ് കലങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അല്ല എന്താ നബിയേ കാരണമെന്നൊന്ന് പഠിപ്പിക്കാമോ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, പുണ്യമാം നബി തങ്ങളോട് ഒത്തവർ പറഞ്ഞു ജോറായി മുസ്തഫ നബി തങ്ങളെ സാലാത്തുരത്തിടലായി മനുഷ്യർ ആദ്യമായി ചോരിന്ത ത്വാഹ വിണ്ണിലം വിളിയായി. ലോകത്തിന്റെ നേതാവിനോട് ഇവിടെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടോ? അവർ സദാസമയത്ത് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ മുഴങ്ങി കേൾക്കുമ്പോ ആ സമയത്തല്ല നല്ലതുപോലെ വധുവെടുത്ത് കൊണ്ടുവന്ന് നമസ്കരിക്കുന്നവരാ, നല്ലതുപോലെ നോമ്പ് പിടിക്കുന്നവരാ, നല്ലതുപോലെ സദഖയെല്ലാം ചെയ്യുന്നവരാ. ആ വീട്ടിലുള്ള വയസ്സായ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തഹജ്ജുദ് പോലും മുടക്കാത്ത നല്ല രീതിയിലുള്ള മനുഷ്യരാ. പക്ഷേ അവർ നമസ്കരിക്കുന്ന നമസ്കാരം അവർക്കില്ല, അവരുടെ നോമ്പ് അവർക്കില്ല, അവരുടെ സക്കാത്ത് അവർക്കില്ല, അവരുടെ സ്വതക്ക അവർക്കില്ല. എല്ലാ നമസ്കാരം കുറഞ്ഞ വീട്ടുകാർ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയല്ലോ. ആ വീട്ടുകാരെ കാണുമെന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നു, അല്ല നബിയേ അവർ കാണുന്ന ആ കാര്യമെന്ന് പറഞ്ഞല്ലോ, അവർക്കാണ് സ്വർഗമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ മാനദണ്ഡം എന്താണ് നബിയേ? ലോകത്തിന്റെ നേതാവ്, നമ്മുടെ ഖൽബിന്റെ രാജാവ്, മദീനയുടെ മണൽപ്പരപ്പിലും ആലോകരുടെ മാനസാന്തരത്തില് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുക്കുന്ന നമ്മുടെ ഖൽബിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫ ഓ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ. അവർ നമസ്കരിച്ചിട്ട് അവരുടെ കൂലി എവിടേക്കാണ് പോകുന്നത് എന്നറിയോ? അവരുടെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ കൂലി എവിടേക്കാ പോകുന്നത് എന്നറിയോ? അവരുടെ നോമ്പിന്റെ കൂലി എവിടേക്കാ പോകുന്നത് എന്നറിയോ? ആ വീട്ടില് ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ കുറിച്ച് നേരം വെളുത്ത് കഴിയുമ്പോ നേരം ഇരുട്ടുവോളം ആ പെണ്ണിനെ കുറിച്ച് കുറ്റം പറയുന്നവരാണ്. ആ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരാ. ആ പെണ്ണിനെ കുറിച്ച് ആക്ഷേപിക്കുന്നവരാ. വട്ടം കൂടിയിരുന്ന് കൊണ്ട് ചോറ് കഴിക്കുന്നത് പോലെ ആഹാരം കഴിക്കാൻ കൂടിയിരുന്നാലും, അതല്ല നാസ്ത കഴിക്കാൻ വേണ്ടി കൂടിയിരുന്നാലും, തന്റെ ബന്ധുമിത്രാദികൾ പരസ്പരം കൂടിയിരുന്നാലും ഓ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ കുറ്റങ്ങളും ന്യൂനതകളുമല്ല എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ടാണ് അവരുടെ നോമ്പ്, അവരുടെ സക്കാത്ത്, അവർ ചെയ്യുന്ന ഹജ്ജിന്റെ എല്ലാം കൂലി ആ വീട്ടിലുള്ള പെണ്ണിലേക്കാണ് പോകുന്നത്. പക്ഷെ അവരുടെ നമസ്കാരം അവിടെ ഇല്ലാതായിപ്പോയി, അവരുടെ നോമ്പില്ലാതെയായിപ്പോയി. കാരണം താൻ ചെയ്യുന്ന എല്ലാ അമലുകളും നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ആരെ കുറിച്ചാണോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടുള്ളത്, അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ആ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വാക്ക ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എന്റെ വാക്കാണ്, ഇപ്പൊ എടുത്ത് കളയാൻ. ഒരിക്കലും പോലും കളവ് പറയാൻ അവിടുത്തെ നാക്കിന് ഉയർത്താത്ത നീതിയുടെ നിറകുടമായ നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരമായ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും വളരെ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുമ്പോ ഒരിക്കലും അതിനെടുത്തു കളയാൻ എനിക്കോ നിങ്ങൾ കഴിയില്ല.
ഒരിക്കലും കഴിയില്ല, ഒരു മനുഷ്യർക്കും കഴിയില്ല. പക്ഷെ ഇന്നിപ്പോൾ എവിടെ നബി തങ്ങളുടെ ഹദീസിനെ കാറ്റിൽ പറപ്പിച്ചല്ലോ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളെ മനുഷ്യൻ കാറ്റിൽ പറപ്പിച്ചല്ലോ. എന്തിനേറെ സാധാരണക്കാര് തുടങ്ങി വെള്ള വസ്ത്രധാരികളായ ആളുകളായാൽ പോലും പക്ഷേ നാക്കിന് ലൈസൻസ് ഇല്ലാത്തത് കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മഹ്ശറയാകുന്ന കോടതിയിലേക്ക് എത്തുമ്പോ അവന്റെ അമലുകൾ മുഴുവനും ആരെ കുറിച്ചാണോ കുറ്റം പറഞ്ഞിട്ടുള്ളത് അവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മൾ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുമ്പോ മുസ്ലിമേ ചിന്തിക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപാഠികൾ, ഒരു മനുഷ്യനെ കുറിച്ചും കുറ്റം പറയാൻ പാടില്ല. എന്നാൽ ഇങ്ങനെ ഇതിൽ പെട്ടുപോയാൽ അത് ലോകത്തിന്റെ നേതാവിന്റെ ജീവിതത്തിന് എതിരാണെന്ന് മദീനത്തെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ സലാത്ത് ചെല്ലണം. നമ്മുടെ ഈ സലാത്ത് നാളെ വെള്ളിയാഴ്ച രാവാൻ അവിടേക്ക് എത്തണം. അതുകൊണ്ട് ഉറക്കെ ഒരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിളി നബി തങ്ങള നബി മുസ്തഫ നബി രാജന പൂനിലാവേ പൂമണമേ ചൊല്ലിയായിരം സൽസലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് ലോകത്തിന്റെ നേതാവിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടി ഉപ്പമാരും മുത്തഅദ്ദിമീൻ ഉസ്താദുമാർ, അല്ലാഹുവേ, ഇവർക്ക് എല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദുൽ കൗസർ എന്നുള്ള പാനീയം കുടിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അപ്പോ സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിന്റെ പടുകുടിയിൽ നമ്മൾ വിട്ടുപോകും. അങ്ങനെയല്ല, നമ്മുടെ നാവിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മുത്തുമണികൾ വാരിയെടുക്കാം. ചെറുപ്പക്കാരാ, സഹോദരങ്ങളെ, പെങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നമ്മുടെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിനെ ഒന്നെടുത്ത് വെച്ചുകൊണ്ടെന്ന് പാരായണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലേ? ആ ഖുർആൻ ശരീഫിനെ പാരായണം ചെയ്യുന്നതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്റെ ദർജകൾ ഉയർത്തുമെന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യനെ കുറിച്ച് നീ കുറ്റം പറയുമ്പോ, അവനെ കുറിച്ച് ആക്ഷേപിക്കുമ്പോ, അവനെ കുറിച്ച് അവന്റെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ, അതിലൂടെ നീ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന പെങ്ങളെ, നമസ്കരിക്കുന്ന ഉപ്പമാരെ, ചെറുപ്പക്കാരാ, നിന്റെ നമസ്കാരം, നിന്റെ നോമ്പ് എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് നമസ്കരിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ കൊടുക്കാനുള്ളതല്ല. നമുക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നമുക്കത് കിട്ടണമല്ലോ എന്നൊരാഗ്രഹം വെച്ചുകൊണ്ടായിരിക്കണം അല്ലാഹു നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും ഒക്കെ നാളെ മഹ്ശറിൽ നമുക്ക് തന്നെ തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാതെ പോയ സഹോദരങ്ങളെ പോയി. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. അതാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, അബൂബക്കറേ, നിന്റെ വീട്ടിൻ്റെതായിട്ടുള്ള കുറച്ചൊരു 10 ചുവട് മുന്നോട്ട് വെക്കുമ്പോ, നമസ്കാരം കുറഞ്ഞ വീട്ടുകാര്, നോമ്പ് കുറഞ്ഞ വീട്ടുകാര്, ഇബാദത്തുകളതാ അത്യാവശ്യത്തിന് മാത്രം ചെയ്യുന്ന വീട്ടുകാര്, അവര് സ്വർഗത്തിലാണെന്ന് പഠിപ്പിക്കാനുള്ള കാരണം അവരുടെ നാവിനെ സൂക്ഷിക്കുന്ന വീട്ടുകാരാ. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ളവരിന് ഏത് രീതിയിലോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അവരെ കുറിച്ച് പറയല്ലേ. നമ്മുടെ നോമ്പ് അവർക്ക് വേണ്ടി കൊടുക്കല്ലേ, നമ്മുടെ സകാത്ത് അവർക്ക് വേണ്ടി കൊടുക്കല്ലേ, നമ്മുടെ സദഖ അവർക്ക് വേണ്ടി കൊടുക്കല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ലിഇബാദി യഖൂലു التي هي أحسن إن الشيطان ينزع بينهم إن الشيطان كان للإنسان عدوا مبينا.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അബൂബക്കർ തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാ. അബൂബക്കർ തങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് ഇറങ്ങിയത് ഞാനെന്ന് ഓതട്ടെ. വഖുല്ലി ഇബാദി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ലോകത്തിന്റെ നേതാവിനെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാ. നബിയേ, എന്റെ അടിമകളോടൊന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. ആരെ കുറിച്ചെങ്കിലും പറയുമ്പോ അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കാത്ത ഉത്തമ കാര്യം മാത്രം പറയട്ടെ. അത് പറയാ നബിയേ, എന്റെ അടിമകളോടൊന്ന് പറയൂ നബിയേ. അതുകൊണ്ടാണ് അബൂബക്കറേ, ഈ സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞത്, നിന്റെ വീട്ടിനപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് നീ അന്വേഷിച്ചുകൊണ്ട് അവർ നീ കുറ്റങ്ങൾ കണ്ടിരുന്നാലും നിനക്കിന്നി കാണാൻ പറ്റാത്തത് കണ്ടിരുന്നാലും അബൂബക്കർ തങ്ങളെ, അത് കേട്ടുകൊണ്ട് വന്ന് നിന്റെ വീട്ടിനടുത്തുള്ളവരോട്, നിന്റെ ഭാര്യയോട് പോലും പറയല്ലേ, നിന്റെ കൂട്ടുകാരോട് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ അവിടെ ഓതി കേൾപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ജാഅകും ഫാസിഖും بنبع فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് അല്ലാഹു തആല ആരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, മുസ്ലിമുകളെ, മുഅ്മിനുകളെ, ജാഅകും ഫാസിഖും ബിനബഅ, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാപിയായ ഒരു മനുഷ്യൻ ആരുടെയെങ്കിലും കുറ്റങ്ങളടങ്ങുന്ന, ആരുടെയെങ്കിലും മോശമായ കാര്യങ്ങളടങ്ങുന്ന ഒരു വാർത്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേട്ടപാടെ ചെന്നുകൊണ്ട് നിന്റെ കൂട്ടുകാരോട് പറയല്ലേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയല്ലേ, നിന്റെ ബന്ധുമിത്രാദികളോട് പറയല്ലേ. അതല്ല നീ അറിഞ്ഞോടാ, ഇന്നാളിനെ കുറിച്ച് ഇന്നതുപോലെയാണ് കാര്യങ്ങള്. അതുകൊണ്ട് ഫതബയ്യനൂ, വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടല്ലാതെ അതിനെക്കുറിച്ചറിയാതെ ഒരു മനുഷ്യരോടും പറയല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓതി കേൾപ്പിച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. അബൂബക്കറെ, പാടില്ല. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ആഡംബരത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോ ചതിക്കുഴിയിൽപ്പെടുത്താൻ പലരും പറയട്ടെ, അതിലേക്ക് നീ പോകേണ്ട ആവശ്യമില്ല. ആർക്ക് എന്ത് വേണോ പറയാം. അല്ലാഹു തആല അവരുടെ നാക്കിന് വേണ്ടിയിട്ട് ഓരോരോ ഇതിങ്ങനെ വിട്ടുകൊടുത്തിരി. എന്താ പറഞ്ഞത്? എല്ലാ അവയവങ്ങളും നബിതങ്ങൾ പഠിപ്പിക്കുകയാ. എല്ലാ അവയവങ്ങളും, നമ്മുടെ കണ്ണും നമ്മുടെ കൽബും നമ്മുടെ മനസ്സും, എന്തിനേറെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ദിവസവും എണ്ണി പറയാ. അല്ലാഹുവേ, എല്ലില്ലാത്ത അവയവമാകുന്ന നാക്കിനെ തൊട്ട് നീ നമ്മളെ ഒന്ന് കാത്തുരക്ഷിക്കണേ അല്ല എന്ന് നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങള് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ ശരീരം വിളിക്കും, എടാ നീ നമ്മളെ ഒന്ന് അല്ലാന്റെ സ്വർഗത്തിലേക്ക് ഒന്ന് എത്തിക്കണേന്ന് നമ്മുടെ നാക്കാ പറയും. നമ്മുടെ ഈ നാക്കിനോട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പറയും. അത്രത്തോളം വിഷമുള്ളതാ അല്ലേ? അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ മഹ്ശറയിൽ പരാജിതരാണ്. എന്തിന്? നിബിധങ്ങളെ പഠിപ്പിച്ചല്ലോ. മഹ്ശറയാകുന്ന കോടതിയിൽ ഒരു കൂട്ടം ആളുകൾ വരികയാൻ. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയോ?
അവരുടെ നാക്കിങ്ങനെ പിടിച്ച് വലിച്ചു നീട്ടപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചോ, മിഅ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ടു പോയി പെങ്ങളെ, മിഴിതള്ളി തോറിത്തതാപേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളെ. ഇന്നിപ്പോ പെണ്ണുങ്ങളെക്കാളും കഷ്ടം ആണുങ്ങളാ. അതല്ല ഇപ്പൊ സഹിക്കാൻ വയ്യാത്ത വിഷയതാ. പെണ്ണുങ്ങളെക്കാളും കഷ്ടം. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഒതുങ്ങി വീട്ടിലായി. ഇപ്പൊ എന്താ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാനുള്ള സമയമില്ല. അവർക്ക് സ്ത്രീ ശക്തി, തൊഴിലുറപ്പ്, അല്ലാത്തുറപ്പ് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കുന്ന അവർക്ക് സമയമില്ല. പിന്നെ ഇനിയിപ്പോ മറ്റുള്ള കാര്യം ഇതിപ്പോ എല്ലാം ഏറ്റുപിടിച്ച ആണുങ്ങൾ. ഒന്ന് ചായക്കട, ഒന്ന് വരാന്ത, വീട്ടിന് സൈഡുകൾ, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും മരക്കുറ്റി. ഇത് അവരുടെ സ്ഥിര സ്ഥലമാണ്. ഇതിന്റെ പേര് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഫിത്നത്തും മൂട്. ഈ സ്ഥലത്ത് ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ അപ്പൊ ചായ കൂടി എത്ര ആയി? ചായ കുടിക്കാരന് ഗോളുമായി, കടക്കാരൻ നല്ല കാശുമായി. ഇവരെ വിത്തനങ്ങനെ ഇടുന്നല്ല ഇഷ്ടമല്ലേ? വേണ്ട വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, മിഅ്റാജിന്റെ രാത്രിയിലെ സ്വഹാബത്തെ, ഞാനൊരു വല്ലാത്ത രംഗം കണ്ടുപോയി. എന്താണ് രംഗമെന്നറിയോ സഹാബ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഒരു കൂട്ടം ആണുങ്ങളും പെണ്ണുങ്ങളും അതാ അവരുടെ നാക്കുകൾ ഇങ്ങനെ പരസ്പരം വലിച്ചു നീട്ടുകയാണ്. ഒരാളുടെ നാവ് വെളിയിലേക്ക് വരുമ്പോ അടുത്തുള്ള ആളവന്റെ നാക്ക് പിടിച്ച് വലിച്ചു നീട്ടുന്നു. പരസ്പരം നാക്കുകൾ ഇങ്ങനെ വലിച്ചു നീട്ടുന്നൊരു കാഴ്ച കണ്ടുപോയി. അത് കണ്ടുകൊണ്ട് ഞാൻ കരഞ്ഞു സ്വഹാബത്തെ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബ കിറാമെന്നടങ്കം ചോദിക്കുകയാണ്, അതാരാണ് നബിയേ? അതാരാണ് നബിയേ? ഇത് പറഞ്ഞപ്പോ ഇവർ രംഗന്നവിടന്ന് നബിയേ, അവിടന്ന് നമ്മളോട് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വല്ലാത്ത പേടിയാണ്. ഇതാരക്കാ റസൂലല്ലാഹ് എന്നവിടന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് മനുഷ്യനെ കുറ്റം പറഞ്ഞിരുന്നവനാ, അവന്റെ നാക്കിനെ സൂക്ഷിക്കാത്തവനാ, സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാ. ഇനിയിപ്പോ നാക്കുകൊണ്ട് തന്നെ വേണ്ട, മനുഷ്യരെന്താ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടല്ലേ. ഇന്നിപ്പോ എന്താ, ഒരു പക്ഷെ അവൻ കാണും, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കുമെന്ന് പേടിച്ചിട്ട് ഇപ്പൊ കൈ കൊണ്ട് അവന്റെ പോക്കണ്ട. ഇങ്ങനല്ലേ കാട്ടല്? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, തമാശ നല്ല പറയല്. എന്നറിയോ, ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ നല്ലൊരു കാളിയാരുണ്ട്. അപ്പോ ഈ കാളിയാരുടെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി. കാളിയാരച്ചെന്ന് കണ്ടു പറഞ്ഞു, കാളിയാരെ നിങ്ങളുടെ മകളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. കാളിയാര് പറഞ്ഞു, എന്റെ മകളെ ഞാൻ ആർക്ക് കെട്ടിച്ചു കൊടുക്കൂല, എനിക്കിഷ്ടപ്പെടുന്ന ഒരാളിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. അവസാനം യമനിൽ നിന്ന് ഒരാൾ വന്നു. ഈ യമനിൽ നിന്നും ഒരാൾ വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ല നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ നമസ്കാരം മുടക്കൂല, നോമ്പ് മുടക്കൂല, സക്കാത്തൊന്നും മുടക്കൂല, എല്ലാം നല്ലതുപോലെ പതിവ് പോലെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ശരി ഇൻഷാ അല്ലാഹ് എൻ്റെ മകളെ നീ കെട്ടിയാൽ മതി, എൻ്റെ മകളെ നീ കെട്ടിയാൽ മതി എന്ന് പറയുന്ന ആ സമയത്ത് ശരി ഇൻഷാ അല്ലാഹ് നിനക്കല്ലാതെ ഇനി എൻ്റെ മകളെ ഞാൻ ആർക്കും കെട്ടിച്ചു കൊടുക്കൂല എന്നും പറയും. അങ്ങനെ വിവാഹമൊക്കെ അടുത്തു. ഇങ്ങനെ വരുന്നപ്പോ ആ നാട്ടിലുള്ള ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, കാളിയാരെ നിങ്ങളുടെ മകളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. വേണ്ട, നീ കെട്ടേണ്ട ആവശ്യമില്ല, നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. ഈ പോയ ചെറുപ്പക്കാരന് വലിയൊരു വിഷമമായി. ഇവൻ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു നേരെ വന്നു. മറ്റേ വന്ന പുതിയാപ്പിളയായിട്ട് കല്യാണം ഓക്കെയായി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു ചെറിയൊരു ബുദ്ധി തോന്നി. എന്നറിയോ, ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു പൊളിച്ച് കളയണം, അടിച്ച് തരിപ്പണാക്കണമെന്ന് അങ്ങനെ തോന്നി. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പുതിയാപ്പിളെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഈ നാട്ടിൽ ചില പതിവുകളുണ്ട്. എന്താണെന്നറിയോ, കാളിയാര് വെള്ളിയാഴ്ച ദിവസം ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരും. ആ പള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് കാളിയാരുടെ മരുമകൻ ഒരു ചെറിയൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഖുതുബ കഴിഞ്ഞ് കാളിയാർ ഇറങ്ങി ഫസ്റ്റ് റക്അത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ട്
കൈ കെട്ടുന്ന സമയത്ത് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുക, എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് നീ പാട്ട് പാടണ്ടേന്ന് പറഞ്ഞത്. നീ അങ്ങനെ ഒരുപക്ഷെ പാട്ട് പാടുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചില ആളുകൾ നിന്നെ ഇങ്ങനെ കൈ കൊണ്ട് കുത്തുമെന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം പാട്ടിന്റെ സൗണ്ട് പോരാ, ശബ്ദം കൂട്ടാനായിരിക്കും എന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഖാദിയാര് വന്നു, പള്ളിയിലേക്ക് വന്നു, ഖുതുബ കഴിഞ്ഞു, ഇറങ്ങി നമസ്കാരത്തിന് വേണ്ടിയിട്ട് കൈ കെട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, കാരണം ആരും ഒന്നും മിണ്ടുന്നില്ല. പുള്ളി പാട്ട് തുടങ്ങി ഒറ്റത്തെന്ന്. പാട്ട് തുടങ്ങിയപ്പോ ആൾക്കാർ ഇങ്ങനെ കാണിച്ച് എന്താന്റെ അർത്ഥം മിണ്ടാ നിൽക്കാനാണ്. അപ്പൊ ഇദ്ദേഹം വെച്ചാൽ അൽഹംദുലില്ലാ പാട്ടിന്റെ സൗണ്ട് പോരാ, ഒന്നും കൂടെ സൗണ്ട് കൂട്ടാം. സൗണ്ട് കൂട്ടി അങ്ങോട്ട് പാടി. അവസാനം നമസ്കാരം കഴിഞ്ഞിട്ട് ഖാദിയാര് പറഞ്ഞു, നീ ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും വെട്ടി, എൻ്റെ അന്തസ്സ് പോയി, എൻ്റെ അഭിമാനം പോയി, എൻ്റെ സകലതും പോയി. അത് കാരണം നിന്റെ നാക്കിൻ്റെ ഒരൊറ്റ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇനി എനിക്ക് നിന്റെ ഒരു ബന്ധവും വേണ്ട, എൻ്റെ മകളുമായിട്ട് നിനക്ക് പറ്റിയതല്ല. കാരണം ഞാൻ ഒരുപാട് ഇൽമും ഒരുപാട് വിവരവും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കെട്ടിച്ചത്. പക്ഷേ ഇതേപോലെ ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ ഖാദിയാര്. എന്താ കാര്യം? ഒന്ന് ആംഗ്യം, ഒന്ന് നാവ്. ഈ രണ്ടിലൂടെ നമ്മൾ എല്ലാത്ത അധപ്പതനത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ പറയും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും നാളെ അള്ളാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയില് അവിടെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ പെങ്ങളെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്റെ ഇടവും വലതുമായിട്ട് 2 മാലാഖമാരുണ്ട്. ആ 2 മാലാഖമാര് ഓരോ ദിവസവും നിന്റെ അപ്പുറവും ഇപ്പുറവും നിന്റെ സദാസമയത്തിൽ നിന്നോടൊപ്പം സഹവസിക്കുന്നവരാണ്. അവർ നീ പറഞ്ഞിട്ടുള്ള എല്ലാം രേഖപ്പെടുത്തി വെക്കുകയാ. ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ആരെക്കുറിച്ചെങ്കിലും നീ എന്തെങ്കിലും പറയുമ്പോ ആ മനുഷ്യൻ വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുമ്പോ നീ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാ അതിവിടെ വെച്ച് മാറിയാലും പെണ്ണേ, നാളെ അല്ലാഹുവിന്റെ കോടതിയില്ല, നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂലമ്മ. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം എന്തെന്നറിയോ? أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനോട് ചോദിക്കുമ്പോ അവിടെ നീ പറയുമല്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലാ, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല അല്ലാ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോ നിന്റെ വായ അല്ലാഹു തആല സീലുവെക്കുകയാണ്. നിന്റെ കരങ്ങൾ സംസാരിക്കുകയാണ്. നിന്റെ കാലുകളെ സാക്ഷി വെക്കുകയാ. പിന്നെവിടെയാണ് പ്രിയമുള്ളവരെ? അല്ലാഹനെ മറച്ചു വെക്കാൻ നോക്കണ്ട, അല്ലാഹനെ പൊട്ടനാക്കാൻ നോക്കണ്ട. അല്ലാഹു എല്ലാം കാണുന്നുണ്ടല്ലോ, അല്ലാഹു എല്ലാം അറിയുന്നുണ്ടല്ലോ. പക്ഷേ ഇതൊന്നും അല്ല കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവര് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എന്റെ കേൾവി, എന്റെ നാക്കൊക്കെ എന്തെല്ലാം ഉണ്ട്. അല്ലാഹു തആല എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇത് മുഴുവനെ കുറിച്ചും അല്ലാഹു തആല നമ്മളോട് ചോദ്യം ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ആരെന്ത് വേണോ നമ്മളെ കുറിച്ച് ഇല്ലാത്തതും ഇല്ലാത്തൊക്കെ പറയട്ടെ, പക്ഷെ നമ്മൾ എതിർത്തൊന്നും പറയണ്ട. കാരണം എന്താ? നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നീ എതിർത്ത് പറയാൻ പോകാതിരുന്നാൽ അല്ലാഹു തആല നിനക്ക് അതിലൂടെ നല്ല കൂലി നൽകുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സലാത്തിൽ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുള്ള മജ്ലിസായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? എൻ്റെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ ആരാണോ സലാത്ത് ചൊല്ലുന്നത്
നാളെ മഹ്ശറിൽ അവന്റെ പേര് ഞാൻ ഉറക്കെ പറഞ്ഞു വിളിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാന സമയം വരെ സലാത്തിൽ വിളിക്കുക. അപ്പോ നമുക്ക് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാ അബൂ ഹനീഫത്തുൽ കൂഫി എന്ന് പറഞ്ഞാൽ ഒരാള് ആരാ അബൂ ഹനീഫ എന്ന് പറഞ്ഞാല് നമ്മൾ ഇൽമ കേൾക്കുന്നുണ്ട് പറയണ്ട ഇങ്ങനെ അങ്ങനല്ല. അതേസമയം നമ്മുടെ മക്കളെ വിളിച്ചിട്ട് കഴിഞ്ഞ IPL ആരും ജയിച്ചെന്ന് വെച്ചാൽ അവരിപ്പൊ പറയും. അല്ലെ പോട്ടെ, ഏതെങ്കിലും ഇപ്പൊ നടക്കുന്ന കാവ്യാഞ്ജലി മാനസപുത്രനുണ്ടല്ലോ സീരിയലുകള്, അതിന്റെ ഓരോ നടിമാരുടെ പേര് നമ്മുടെ മോളെ ചോദിച്ചാൽ എണ്ണി പറഞ്ഞു അല്ലേ. എന്നാലോ നമ്മുടെ ഇമാമിയങ്ങളുടെ പേര് നമുക്കറിയില്ല. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും അറിയില്ല. നമുക്കറിയാം മുഹമ്മദ് എന്നൊറ്റ പേര് അല്ലേ. എന്നാൽ അങ്ങനെയല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അതാ തന്റെ ശിഷ്യഗണങ്ങൾക്ക് സബക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ സബക്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. അങ്ങനെയുള്ള ആ സമയത്ത് അതാ ഒരു മനുഷ്യൻ വെള്ളമടിച്ചുകൊണ്ട് കയറി വരികയാണ്. കയറി വന്നുകൊണ്ട് മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് കയറി വന്നുകൊണ്ട് ചീത്ത വിളിക്കുകയാണ്. അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ തിരിച്ചൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് തന്റെ ശിഷ്യഗണങ്ങളിൽ പെട്ട ഒരാളെ ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, അല്ലയോ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ, അങ്ങയെ കുറിച്ച് ചീത്ത വിളിക്കുമ്പോ, അങ്ങയെ കുറ്റം പറയുമ്പോ, അങ്ങയെ ആക്ഷേപിക്കുമ്പോ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഈ മനുഷ്യനോട് ഞങ്ങൾ പ്രതികാരം ചോദിക്കട്ടെ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങള് എന്നവിടെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, വേണ്ട വേണ്ട, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങൾക്ക് നാക്കിടന്നിരിക്കുന്നത് ആരെക്കുറിച്ചും കുറ്റം പറയാനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല, ആരുടെയും പച്ചമാംസങ്ങൾ വലിച്ചു വെക്കാനല്ല. പിന്നെന്തിനാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങൾക്ക് നാക്ക് തന്നിരിക്കുന്നു എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യാന്, ലോകത്തിന്റെ നേതാവിന്റെ പേർക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനാ, നല്ലത് പറയാനാ, ദിക്റുകൾ ചൊല്ലാനാ. അതല്ലാതെ ഒരു മനുഷ്യനെ കുറിച്ചും കുറ്റം പറയാ അല്ലാഹു നമുക്ക് നാക്ക് തന്നിട്ടില്ല. ഒരു മനുഷ്യനെ കുറിച്ച് ആക്ഷേപത്തിന്റെ ഒരു ചിന്ത പോലും തന്നെ എന്റെ മനസ്സിന് കൂടല്ലേ എന്ന് മദീനത്തെ പൊന്നോമന മലരേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്ത് വേണോ ആരെന്ത് വേണോ പറയട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതി നമ്മളെ വെറുതെ വിടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വിഷയം, നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കും. അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, നിന്റെ നാവിലൂടെ നിനക്ക് സ്വർഗത്തിലേക്കും നിനക്ക് നരകത്തിലേക്കും പോകാൻ കഴിയും. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ നാവിൽ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സൂക്ഷിക്കണം. എന്താ അള്ളാന്റെ റസൂല് പറഞ്ഞത്? ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പോ 27-ാം രാവാണല്ലോ, ഇന്നിപ്പോ എന്റെ എല്ലാ കുറ്റങ്ങളും മാച്ചു പോകാൻ വേണ്ടിയിട്ട് മായാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നീ എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ല, പശ്ചാത്തപിക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ചെറുപ്പക്കാര, എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ പശ്ചാത്തപിക്കണം, അത് വേണ്ടെന്നല്ല, വേണം. പക്ഷെ ഒരു കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അത് അള്ളാഹു തആല സ്വീകരിക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ആ കാര്യം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുക്കുക, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഒരു മനുഷ്യനെ കുറിച്ച് അവന്റേതായിട്ടുള്ള പച്ചമാംസം കൊത്തിപറിക്കല് അത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞപ്പോ ഖാലൂ കൈഫ യാ റസൂലല്ലാഹ്, അതെങ്ങനാ നബിയെ വ്യഭിചാരത്തെക്കാൾ ഗീബത്ത് വലിയ കുറ്റമാകുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, അർറജുലു യസ്നി, ഒരാൾ വ്യഭിചരിച്ചു, പിന്നെ അല്ലാഹുവിലേക്ക് അവൻ ഖേദിച്ചു മടങ്ങി,
അല്ലാഹു തആല അവന്റെ പശ്ചാത്താപത്തെ സ്വീകരിച്ചു എന്നാലോ അമ്മാ സാഹിബേ ഗീബാ ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞ വ്യക്തിയാണെങ്കിലോ ഫലാ യുഗ്ഫറു ലഹു ഹത്താ യുഗ്ഫറ സാഹിബഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനെ കുറിച്ച് പഠിപ്പിച്ച അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ ദുനിയാവിലെ നമുക്കെല്ലാം കൊണ്ടെത്തുന്ന നമ്മുടെ നേതാവ് ലോകത്തിന്റെ നേതാവ് നമ്മളോട് പഠിപ്പിക്കുകയാണ് നീ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ ഒരാളെ കുറിച്ച് ആക്ഷേപിച്ച അവന്റെ ന്യൂനതകൾ നീ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നവരെ നീ അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹുവിനെ സ്വീകരിക്കൂല്ല പെണ്ണേ ആരെ കുറിച്ചാണോ നീ കുറ്റം പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണോ നീ ആക്ഷേപിച്ചിട്ടുള്ളത് ആരെ കുറിച്ചാണോ നീ ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചാണോ നീ നിന്റേതായിട്ടുള്ള കരങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാട്ടിയത് ഓ മനുഷ്യനോട് ചെന്നുകൊണ്ട് പേറ്റം ചോദിക്കുമ്പോ ഓ മനുഷ്യൻ ദുരത്തപ്പെട്ടു തന്നാലല്ലാതെ അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിക്കൂല അല്ലാഹു നിന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കൂല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആരെന്ത് വേണോ പറയട്ടെ അതിലേക്ക് നമ്മൾ പോയിട്ട് നമ്മുടെ സ്വർഗം നമ്മൾ കളയണോ നമ്മുടെ നരകം നമ്മൾ സമ്മാനമായിട്ട് മേടിക്കണോ വേണ്ട വേണ്ട അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ അല്ലാഹുവിലും മന്ദിരത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലത് മാത്രം പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സഹോദരങ്ങളെ ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് നാവിന്റെ വിഷയം അവസാനിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൾ ആരാ ആയിഷ അല്ലെ റസൂലിന്റെ പ്രാണ പ്രേയസി താമര പൂവത്തോരായിഷ കൺമണികൾക്കൊക്കെയും മാതൃകയായ കൺമണി ബീവി റളിയല്ലാഹു ആയിഷ ബീവി റളിയല്ലാഹു തആലയെ കുറിച്ച് പോലും ആളുകൾ പറഞ്ഞു അല്ലേ എന്താ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിന് തെളിവാണ് ഖുർആനിന്റെ ആയത്തൊന്ന് പഠിച്ചോ ഇന്നല്ലദീന യുഹിബ്ബൂന തശീബൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന ഈ ദുനിയാവിൽ ആളുകളെ പച്ചയിറച്ചി തിന്നാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും തിന്നിട്ടുണ്ടോ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ കണ്ടോ الذين آمنوا لهم عذاب أليم في الدنيا والآخرة ആഖിറത്തിൽ മാത്രമല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല അവർക്കതാ ശിക്ഷ കൊടുക്കുന്നതാ ആരെ കുറിച്ച് അവാദം പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആരാണ് ഹസാൻ ഇബ്നു സാബിത്ത് എന്നറിയോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് വാനോളം വാഴ്ത്തിപ്പാടിയ ഹസാൻ ഇബ്നു സാബിത്ത് വജ്മലു മിൻക ലം തറാ ഖത്തു ഐനി വഹസന മിൻക ലം തലിദ് നിസാഉ ലോകത്തിന്റെ നേതാവിനെ പോലെ സൗന്ദര്യമുള്ളവരായി ഇന്നേവരെ കുരുന്നയും പ്രസവിച്ചിട്ടില്ല എന്നുള്ള സുന്ദരമാക്കപ്പെട്ട കവിതകൾ പാടിയ ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത്
റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം ആളുകൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോ അറിയാതെ ചെന്ന് പെട്ടുപോയതാ. ശ്രദ്ധിച്ചോ, അറിയാതെ ചെന്ന് പെട്ടുപോയി. ഓ സമയത്ത് എന്താ സംഭവിച്ചെന്നറിയോ? ഫഖദ് ദഹബ ബസറഹു. ന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ, അവിടെ നിന്ന് ഇല്ലാണ്ടായി പോയില്ലേ. ഈ ഒരു വർത്തമാനം അറിഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടെ നിന്ന് പറയുകയാ, അയ്യോ അദാബിൻ അശദ്ദു മിൽ അമാ. ഒരു കണ്ണുകൊണ്ടതിനേക്കാൾ ഇനി എന്ത് ശിക്ഷയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടേ. പ്രിയമുള്ളവരെ, ദുനിയാവിൽ മനുഷ്യനെ വഷളാക്കുന്നവരെ, ദുനിയാവിൽ മനുഷ്യനെ കുറിച്ച് കുറ്റം പറയുന്നവരെ, ദുനിയാവിൽ മനുഷ്യനെ ആക്ഷേപിക്കുന്നവരെ, ലഹും അദാബുൽ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ശിക്ഷ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വെച്ച് ഈ സേവനം വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ, ആരെക്കുറിച്ച് ആക്ഷേപിച്ചിട്ടുണ്ടോ, ആരെക്കുറിച്ച് അപകടത്തിന്റെ ന്യൂനമാനകളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ, അവരോട് ചെന്ന് കണ്ടുകൊണ്ട് പശ്ചാത്തപിക്കണേ. നിന്നല്ലാതെ റസൂൽ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താവിനോട് പറയട്ടെ, ഭർത്താവ് ഭാര്യയോട് പറയട്ടെ, അയൽക്കാർ തമ്മിൽ പറയട്ടെ, പരസ്പരം അവരിങ്ങനെ സ്നേഹത്തോട് പെരുമാറട്ടെ. അതല്ലാതെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകല്ലേ, ഭർത്താവ് ഭാര്യയെ കുറിച്ചും കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ടാകല്ലേ. ഇൻഷാ അല്ലാഹ് നബി തങ്ങളുടെ ജീവിതമാണ് നമ്മുടെ വിഷയം. അതിലേക്ക് വരുമ്പോ നാളെ നമുക്ക് അതിലേക്ക് പോകാം, ആ വിഷയത്തിലേക്ക് പോകാം. അല്ലാഹു നമുക്ക് കേൾക്കാനും പഠിക്കാനും തൗഫീഖ് തരട്ടെ. എന്നാ പഠിച്ചോ, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളോട് പഠിപ്പിച്ചത് വേണ്ട. അബൂബക്കറേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ദുനിയാവാകുന്ന ഈ ദുനിയാവിൽ നിന്റെ നാവിനെ നിനക്ക് സൂക്ഷിച്ച അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിനക്ക് പോകാൻ കഴിയുമെന്ന് മദീനത്തെ വെണ്ണിലാവേ, ആ നിലാവിൽ വിരിഞ്ഞ വസന്തമേ, ആ വസന്തത്തിൽ വിരിഞ്ഞ പൂവേ, പൂവിൽ വിരിഞ്ഞ മധുവേ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സലാത്തിൽ മനുഷ്യരെ പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ, ആ സ്വർഗത്തിൽ നമുക്ക് നല്ലതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവിനെ സൂക്ഷിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി മരിക്കണ്ടേ? അതിന് നബി തങ്ങൾ പറഞ്ഞു നിന്റെ നാവിനെ സൂക്ഷിക്കാൻ. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി മരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടുന്നൊരു കാര്യം, ആ കാര്യമാണ് നിന്റെ നാക്കിനെ സൂക്ഷിക്കുന്നതിലൂടെ നിനക്ക് കിട്ടുക എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ? അന്തല്ലദീ വലദതുക ഉമ്മുക ബാക്കിയാ والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك لاهقا مسرورا أنت الذي ولدتك أمك باكيا. നിന്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോ ആ സമയത്ത് നീ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടല്ലേ ഈ ദുനിയാവിന്റെ പുറത്തേക്ക് വന്നിട്ടുള്ള. എന്നാലോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവര് ഒരു പുതിയ ഒരാള് വന്നല്ലോ, ഒരു പുതിയൊരു കൂട്ടുകാരൻ വന്നല്ലോ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് ചിരിക്കുകയാണെന്നാൽ നീ വിളങ്ങുന്ന
അന്നതാ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട മക്കൾ വന്നുകൊണ്ട് കരയുമ്പോ, നിന്റെ ബന്ധുമിത്രാദികൾ വന്നുകൊണ്ട് കരയുമ്പോ, നിന്റെ കൂട്ടുകാർ വന്നുകൊണ്ട് കരയുമ്പോ, നിന്റെ സഹപാഠികൾ വന്നുകൊണ്ട് കരയുമ്പോ, നിന്റേതായിട്ടുള്ള എല്ലാ ബന്ധത്തിൽപ്പെട്ടവരും വന്നുകൊണ്ട് കരയുമ്പോ നീ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോകേണ്ടെന്ന് എന്നറിയോ? എല്ലാവരും നിന്റെ ചുറ്റുവട്ടത്താണ്, അവരിങ്ങനെ പൊട്ടിക്കരയുമ്പോ അല്ലാഹിക്കൻ മസ്റൂറാ, നീ പുഞ്ചിരിയോട് കൂടിയിട്ട് ഈ ദുനിയാവിൽ നിന്ന് പോകണേ. ഇതിനു വേണ്ടി ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? നിന്റെ നാവിനെ സൂക്ഷിച്ച നിനക്കിതേപോലെ സന്തോഷത്തോടുകൂടി പോകാൻ കഴിയുമെന്ന് മദീനത്തെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇതാണ് ജീവിത വിജയത്തിന് മനുഷ്യരെ ഒന്നാമത്തെ കാര്യം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അടിവരെ ഇട്ടുകൊണ്ട് പഠിപ്പിച്ചതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവാണ്. ഇപ്പൊ നമുക്ക് ഫുള്ളായിട്ട് ഇപ്പൊ നാവിനെ കുറിച്ച് പറയാനുള്ള സമയം, നമുക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് എത്തണമല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ 5 കാര്യങ്ങൾ ഇന്ന് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് തീർക്കണം. അതുകൊണ്ട് ഞാൻ അതവിടെ അവസാനിപ്പിക്കണം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ നാവിനെ കുറിച്ച് ഫുള്ളായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാവിനെ പറ്റി പറഞ്ഞ CD ഇവിടെ നിങ്ങളെ കിട്ടി. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അത്യാവശ്യമുള്ളതൊക്കെ എടുത്തോടി. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരൻ, ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, നല്ല ഉഷാറുള്ള ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറ്. അതുകൊണ്ട് ഈ സന്തോഷത്താൽ ലോകത്തിന്റെ നേതാവിന്റെ റൗള ഷരീഫിലേക്ക് ഒരു 3 സ്വലാത്ത് ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. അല്ലാഹ് ഞങ്ങളി ചൊല്ലിയ സ്വലാത്ത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് എത്തിച്ച് അല്ലാഹ് മുത്തഅല്ലിമുകളുള്ള സദസ്സാണ് റഹ്മാനെ അല്ലാഹ്. അതുകൊണ്ട് നീ നമ്മുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹു. ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നീ നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചിഴക്കല്ലേ അല്ലാഹ്, വലിച്ചെറിയല്ലേ റഹ്മാനെ അല്ലാഹു. ഇവിടെ ചെയ്യുന്ന ഓരോ സദഖകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ബഹുമാനമുള്ള വലിയ കാര്യോ ദീനിന്റെ സദസ്സിലേക്കൊക്കെ 1 രൂപ മുടക്കിയാലും അതൊന്നും ഇല്ലാതാകുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അസ്സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. ഇനിയിപ്പോൾ നിങ്ങൾ പറയണ്ട പിരുമുസ്ലിയൊന്നും ദയവ് ചെയ്ത് പറയില്ല, ഞാൻ എൻ്റെ വിഷയം പറയാം. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇപ്പം എന്താ രണ്ടാമത്തെ കാര്യം? അതുകൊണ്ട് അത് ഞങ്ങോട്ട് അധികം സംസാരിക്കും, കുറച്ചേ പറയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളോട് മുസ്ലിം പിരിക്കാൻ വേണ്ടി ഒന്നൊരു പേര് പറയരുത്. എന്താ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുട്ടി വരികയാണ്. എന്തിനാ കുട്ടി വരുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ല, 2 കാലുകളും തളർന്ന് കണ്ണ് പോലും കാണാൻ കഴിയാതെ എന്റെ ഉമ്മ വീട്ടിന്റെ അകത്തട്ടിൽ ഇങ്ങനെ പട്ടിണിയും പരിവട്ടത്തിലുമായിട്ട് കഴിയുകയാ. എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മാനെ നോക്കാൻ ഞാനല്ലാതെ വേറെ ഒരു മനുഷ്യരും ഇല്ല റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ നേതാവിനോട് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പൊന്നുമോനെ നിന്റെ വീട്ടിൽ വേറെ ആരുമില്ല? അപ്പൊ പറഞ്ഞു, വേറെ ആരില്ല റസൂൽ, ഞാൻ ഒറ്റയ്ക്കാ. എല്ലാവരും എന്റെ ഉമ്മയോട് പിണക്കമാണ്. കാരണം എന്റെ ഉമ്മാന്റെ ശരീരം മുഴുവനും ചീഞ്ഞ് പൊട്ടിയിട്ട് വല്ലാത്ത സ്മെല്ലാണ് നബിയെ. ഉമ്മാന്റെ ജ്യേഷ്ഠത്തിമാരോ ഉമ്മാന്റെ കൂട്ടുകാരോ സ്വന്തം ഉമ്മ പോലും ഒന്ന് അടുക്കിലേക്കുന്ന വരാൻ വല്ലാത്ത വെറുത്ത ഒരവസ്ഥയാണ് എന്റെ ഉമ്മ. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മയാണല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് കളഞ്ഞിട്ട് പോവുക? എനിക്കതുകൊണ്ട് കഴിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? ഒന്ന് ദുആ ചെയ്യണം നബിയെ എന്ന് പറയുമ്പോ അവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ, എനിക്കിപ്പോ 18 വയസ്സാണ്. എന്റെ ഉമ്മയുടെ രോഗം മാറുവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ നബിയെ? എന്തെങ്കിലും ഒരു വഴി എനിക്കൊന്ന് പഠിപ്പിക്കണം നബിയെ.
അള്ളാഹിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അത് മതി. പക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, മോനെ എന്തെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് കുട്ടികളുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നാൽ കഴിയുന്ന ഒരു സ്വതക്ക നീ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവരോട് ദുആ ചെയ്യാൻ പറയും. എന്തിനേറെ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഈ സദസ്സിൽ മുത്തഅല്ലിമുകളുണ്ട്. അതുകൊണ്ട് നല്ലൊരു വിലയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മുത്തഅല്ലിമുകൾക്ക് നല്ല നാഫിയായ ഇൽമു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൊന്നുമോനോട് പറയാ, പൊന്നാര കനിയേ നീ പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, കണ്ണുനീ ഒലിപ്പിക്കണ്ട. എന്തെങ്കിലും ചെറിയ നിന്നാൽ കഴിയുന്നൊരു സ്വതക്ക നിന്റെ ഉമ്മാക്ക് വേണ്ടി കൊടുക്കുമോനെ. ലോകത്തിന്റെ നേതാവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാനടുക്കലേക്ക് ഓടി ചെന്നുകൊണ്ട് വിളിക്കുന്ന ഉമ്മ. ഉമ്മാക്ക് രണ്ട് കണ്ണുകളും കാണുന്നില്ല, എഴുന്നേക്കാറ് കഴിയുന്നില്ല, രണ്ട് കൈയും മനക്കാറ് കഴിയുന്നില്ല, കാലണ്ടും ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. കിടക്കുന്നിടത്ത് തന്നെയാണ് മലമൂത്ര വിസർജനമെല്ലാം നടത്തുക. അങ്ങനെ ഉമ്മയതാ വേദനയോട് പൊന്നുമോനോട് പറഞ്ഞു, പൊന്നുമോനെ നീ ഒരല്പസമയം ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഈച്ചകൾ വന്ന് തട്ടിയിട്ട് എന്റെ ശരീരത്ത് കുത്തുമ്പോ അതിനെ ഒന്നടിച്ചു കളയാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. ഇല്ലാതെ സ്വർണം വല്ല തീരപ്പെട്ടുക. ഈച്ച വന്നിങ്ങനെ കുത്തുമ്പോ ഒരുപാട് ഈച്ചകൾ എന്റെ ശരീരത്തേക്ക് ഇങ്ങനെ വലിക്കുമ്പോ ഞാൻ അനുഭവിച്ച വേദന അത് വല്ലാത്ത വേദനയാ, അത് പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമോനോട് പറയുമ്പോ ഉമ്മാ ഞാൻ വരുന്നത് ലോകത്തിന്റെ നേതാവിന്റെ നമ്പരന്മാര് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. എന്തെങ്കിലും പുന്നാര ഉമ്മ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ കൊടുത്തുകൊണ്ട് ദുആ ചെയ്യാ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു ഉമ്മ എന്നവിടെന്ന് പറയുമ്പോ പുന്നാരമോനെ ഞാൻ ഈ കിടക്കുന്ന പായിമ്പടിയില് സ്വർണത്തിന്റെ ഒരു അംശം ഇരിപ്പുണ്ട്, പിന്നെ അതെടുത്തുകൊണ്ട് വന്ന് കൊടുക്കാൻ പറയുമ്പോ സന്തോഷത്താല് മനസ്സിലെ മാറിവില്ലുകൾ കോരിത്തെറുക്കുന്നത് പോലെ പ്രിയപ്പെട്ട പുന്നാര മകനതാ സ്വർണത്തിന്റെ പണിയുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാ. ചെന്നുകൊണ്ട് പറയുന്നു, യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടേക്ക് വന്നതാ. എന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്, എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാ, എന്റെ ഉമ്മാന്റെ രോഗങ്ങൾ മാറാ, എന്റെ ഉമ്മാന്റെ പ്രയാസങ്ങൾ മാറാ, എന്റെ ഉമ്മാന്റെ കഷ്ടപ്പാടുകൾ മാറാ. ഈ പറയുന്ന സംഭവം മുസ്ലിം മജാലിസ് എന്ന് പറയുന്ന ഒരു കിതാബില് 253-ാമത്തെ പേജിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ അബൂബക്കർ തങ്ങളെ അവിടെ എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ലോകത്തിന്റെ നേതാവിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവിടുന്നതാ പൊന്നുമോന് കൊണ്ട് കൊടുത്തിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്. ചെന്ന് നോക്കുമ്പോ ഉമ്മ നല്ല ഉറക്കത്തിലാണ്. ഇന്നേവരേക്കതാ ഉമ്മ നല്ലതുപോലെ ഒന്നിറങ്ങുന്നത് കണ്ടിട്ടില്ല. വേദനയോടെ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങാറുള്ളത്. അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മ നല്ല ഉറക്കമാണ്, എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നായകനല്ല
ഓ അല്ലാഹുവിന്റെ അടുക്കലേക്ക് 1000 സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്ന ഷുജാ എന്ന് പറയുന്ന 18 വയസ്സുള്ള പെണ്ണുമോ അറിയാതെ ഉറങ്ങിപ്പോയി. സലാം വീട്ടിവിട്ടതാ 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജഗന്യന്താവാ ജഗദീശ്വരനായ തമ്പുരാനോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. അല്ലാ, എന്റെ ഉമ്മാക്കൊന്ന് എഴുന്നേറ്റ് നടക്കാ, എന്റെ ഉമ്മാന്റെ രോഗങ്ങളൊന്ന് മാറാ, എന്റെ ഉമ്മാന്റെ വൃണങ്ങളൊന്ന് മാറാ, എന്നോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നത്, നല്ലതുപോലെ കഴിയുന്നത് എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരമെന്ന് മേടിച്ച് കഴിക്കാ ഇങ്ങനെയുള്ള പെണ്ണിനെ എനിക്ക് കൊതിയുണ്ട് അല്ലാ. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള സദഖയുടെ ബറക്കത്ത് കൊണ്ട് എന്റെ ഉമ്മാന്റെ രോഗത്തെ മാറ്റണേ അല്ലാ, എന്റെ ഉമ്മാന്റെ അസുഖത്തെ മാറ്റണേ അല്ലാ. എന്നിങ്ങനെ പ്രിയപ്പെട്ട മുന്നാരവരെ കണ്ണുനീരോട് വേദനയോട് ദുർഗതത്തോടെ വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അറിയാതെ ഉറങ്ങിപ്പോവുകയാ. പെട്ടെന്ന് ആരോ വന്നുകൊണ്ട് വിളിക്കുന്നു. നോക്കുമ്പോ സ്വപ്നത്തിലതാ സ്വപ്നം കണ്ടതുപോലെ ചാടിയേകുകയാണ്. തന്റെ ഉമ്മയാണ് പിന്നാലെ മകനൊന്നുകൊണ്ട് വിളിക്കുന്നത്. ഇന്നേവരെ കേൾക്കാൻ കഴിയാത്ത ഉമ്മ, നല്ലതുപോലെ നനങ്ങാൻ കഴിയാത്ത ഉമ്മ, ഒന്ന് ചറിയാൻ കഴിയാത്ത ഉമ്മ, പെണ്ണുമോന് കേണേത്ത് ആഹാരം വെച്ചു കൊടുക്കാൻ കഴിയാത്ത ഉമ്മ, ഇന്നത്തെ പ്രിയപ്പെട്ട ഉമ്മയതാ ആ പെണ്ണുമോനെ വന്നുകൊണ്ട് വിളിക്കുമ്പോ സന്തോഷത്താൽ ചാടിയേകുകയാണല്ലോ. ഞാൻ കണ്ടത് സ്വപ്നമാണോ, എന്റെ ഉമ്മയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വെട്ടിക്കരയാൻ തുടങ്ങിയപ്പോ അവിടെ നിന്ന് പറയുന്ന മോനെ പേടിക്കണ്ട, മറ്റാരുമല്ല ഞാൻ തന്നെയാണ് നിന്റെ ഉമ്മ. അല്ലാഹു നമ്മുടെ രോഗത്തെ മാറ്റിമോനെ, അല്ലാഹു എന്റെ പ്രയാസത്തെ മാറ്റിമോനെ. അതാ എന്റെ കൈകൊണ്ട് വിഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 കഷ്ണം കാരയ്ക്ക് എടുത്തുകൊണ്ടുവന്ന് പെണ്ണുമോന്റെ കയ്യിൽ കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇവിടെ വെച്ചെന്താ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഒന്ന് ചരിയാൻ കഴിയാതിരുന്നല്ലോ, സംസാരിക്കാൻ മാത്രമായിരുന്നു ആ പുന്നാരപ്പെങ്ങൾക്ക് കഴിഞ്ഞിരുന്നത്. എന്നാലേ ഒരു സ്വർണത്തിന്റെ ഒരു അംശം ഒരു തരികൊണ്ടവിടം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ സംസാരിക്കാനുള്ളതായിട്ട് നല്ല കഴിവും അതുപോലെ നല്ല ആരോഗ്യവും കൂലത്തും കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ദീനിന്റെ സദസ്സിലേക്ക് നമ്മൾ എന്ത് കൊടുത്താലും പ്രശ്നമല്ല, ഒരിക്കലും നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്നില്ല. പോട്ടെ, അല്ലെങ്കിൽ പൊക്കോട്ടെ, ദുനിയാവിൽ ഒരല്പമെങ്കിലും പോകട്ടെ, അള്ളാന്റെ മാർഗത്തിലല്ലേ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ. അത് സന്തോഷത്താല് കൊടുത്താൽ നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ നിനക്കവിടെ രക്ഷയുണ്ട്, നിനക്കവിടെ സ്ഥാനമുണ്ട്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ഒന്നാമത്തെ പ്രയോജനമേതെന്നറിയോ, ഒന്നാമത്തെ മരുന്നേതെന്നറിയോ, അസ്വദഖത്തുൽ ജാരിയ. അത് ജാരിയായ സദഖയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം